പ്രിയരെ, അമേൻ, ഹല്ലേലൂയ. ഒരു കൂനയായ ഒരു സ്ത്രീ ആലയത്തിൽ ദിനം പ്രതി വരുന്ന ഒരു പദമുണ്ടായിരുന്നു. നിവർന്നു പോലും നിൽക്കുവാൻ കഴിയാത്ത നിലയിലാണ് അവരുടെ അവസ്ഥ. നമ്മളൊക്കെ കൈകാലുകളുണ്ട്, ബലമുണ്ട്, ആരോഗ്യമുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ നമുക്ക് കഴിയുന്നില്ല. പല കാരണങ്ങളാൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നമ്മൾ ദൈവത്തിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥകളുണ്ട്. അന്നത്തെ കാലത്ത് വാഹനങ്ങളില്ല. ആമേൻ. അല്ല, കഴുതയുടെയോ കുതിരയുടെയോ ഒക്കെ മുകളിലാണ് ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഇവരെ സംബന്ധിച്ചിടത്തോളം സാധാരണപ്പെട്ട സാധുവായ ഒരു സ്ത്രീയാണ്. അവർക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരു രോഗമാണ്, അല്ലെങ്കിൽ ഒരു പൈശാചിക ബന്ധനമാണ് അവരെ പിടിച്ചിരുന്നത്. ഹല്ലേലൂയ. എങ്കിൽ അവർ ദിനം പ്രതി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കിയത് കൊണ്ട് അവർ ചർച്ചിനകത്ത് വരുമായിരുന്നു. എന്നാൽ കർത്താവ് അവിടെ വരികയും തക്ക സമയത്ത് അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇതിൽ നിന്നും എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം ഇതാണ്: കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നവനെ കർത്താവ് വിടുവിക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ഓടി നിങ്ങളുടെ സമയങ്ങളും നിങ്ങൾക്ക്, ആമേൻ, ഹല്ലേലൂയ, ഇല്ലാത്ത സമയങ്ങൾ ഉണ്ടാക്കി, ആമേൻ, ഹല്ലേലൂയ, എത്ര ബിസി എന്ന് പറഞ്ഞിരുന്നാലും കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആരാധിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ കരസ്പർശനം എനിക്കിന്ന് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ നീറുന്ന വിഷയത്തിനകത്ത് എനിക്ക്, ഹല്ലേലൂയ, ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിനകത്ത് നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹമുള്ളവർ, ഹല്ലേലൂയ, ആലയത്തിൽ ഓടിയെത്തും. ഹല്ലേലൂയ. കർത്താവ്, ഹല്ലേലൂയ, ആലയത്തിനകത്ത് വന്ന്, ആമേൻ, എത്ര വർഷം പഴക്കമുള്ള ആ രോഗമാണെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, അവരിനി ഒരിക്കലും ഉയരത്തില്ല, ഇനി ഒരിക്കലും അവർ മുന്നേറുവാൻ കഴിയത്തില്ല. അവർ, ഹല്ലേലൂയ, ജീവിതത്തിൽ ഇങ്ങനെ ആ കൂനം വെച്ചുകൊണ്ട് നടക്കുമെന്ന് പറഞ്ഞവരുടെ മുന്നിൽ, ഹല്ലേലൂയ, കർത്താവ് അവിടെ എത്തിട്ട് സൗഖ്യമാക്കുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മളും അങ്ങനെയുള്ളവരായി മാറണം. കർത്താവിൻ്റെ ആലയത്തിൽ ഓടിച്ചെല്ലണം. കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും നമ്മൾ ഓടിച്ചെല്ലണം. ഹല്ലേലൂയ. കർത്താവ് അതാ നോക്കുന്നത്. ഹല്ലേലൂയ. നിനക്ക് ഈ ഭൂമിയിൽ സകല സൗകര്യങ്ങളും സകല കാര്യങ്ങളും കർത്താവ് തന്നു, ആമേൻ, നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവിന് നന്ദി പറയുന്നത് എങ്ങനെ? ആലയത്തിൽ ചെന്ന്, കർത്താവിൻ്റെ ആലയത്തിൽ ചെന്നാണ് നമ്മൾ നന്ദി പറയുന്നത്. ഇവിടെ അങ്ങനെയാണ്. ഹല്ലേലൂയ. ഇവർക്ക് നിവർന്ന് നിൽക്കുവാൻ പോലും കഴിയാതെ നിൽക്കുന്ന അവസരത്തിൽ, ഹല്ലേലൂയ, അവർ കർത്താവിൻ്റെ അടുത്ത് ഓടി വരികയാണ്. അവരുടെ ദയനീയ അവസ്ഥയെ നോക്കണം. എങ്ങനെയെങ്കിലും ഒരു വിടുതൽ, അതാ അവർ ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും എനിക്ക്, ആമേൻ, ഹല്ലേലൂയ, ഇനി അവര്, ആമേൻ, എനിക്ക് നിവർന്ന് നിന്നാലും നിന്നില്ലേലും എൻ്റെ കർത്താവ് വലിയവൻ എന്നുള്ളൊരു ബോധ്യം അവരുടെ ഹൃദയത്തിലുണ്ട്. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് വരണം. ആമേൻ. എന്നെ വിടിവിച്ചാലും വിടിവിച്ചില്ലേലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ ആലയത്തിനകത്ത് ചെല്ലും. മനുഷ്യരെ നോക്കാതെ, മറ്റുള്ളവരെ നോക്കാതെ, ആമേൻ, മറ്റുള്ളവരെന്ത് പറയുന്നു നോക്കാതെ, നീ ആലയത്തിനകത്ത് വാ, ദൈവം നിന്നെ വിടുവിക്കും. നീ ആലയത്തിനകത്ത് കാല് വയ്ക്ക്, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകും. നീ ആലയത്തിനകത്ത് വാ, ഹല്ലേലൂയ, കർത്താവ് നിന്നോട് സംസാരിക്കും. വചനത്തിലൂടെ സംസാരിക്കും, പാട്ടിലൂടെ സംസാരിക്കും, ഹല്ലേലൂയ, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ദൈവം നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, സഭാ ആരാധനയിൽ പങ്കെടുക്കുക. ആമേൻ, ഹല്ലേലൂയ, ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ പങ്കെടുക്കുക. ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ വിടുതലുകളുണ്ട്. പത്രോസും ശീലാസൊക്കെ ഒരുമിച്ച് ആരാധിച്ചപ്പോഴാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകിയത്. ഒരുമിച്ച് ആർപ്പിട്ടപ്പോഴാണ് യെരിഹോ മതിൽ ഇടിഞ്ഞു വീണത്. അങ്ങനെയെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ നീർന്ന വിഷയത്തിന് മുന്നിൽ ഒരുമിച്ചൊരു കൂട്ടായ്മയിൽ ഒത്തൊരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമിറങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ആ സ്ത്രീയെ ദൈവം സൗഖ്യമാക്കി. ആമേൻ, ഹല്ലേലൂയ. എത്ര വർഷം പഴക്കമുള്ള രോഗമാണെങ്കിലും കർത്താവിന് ഒരു സെക്കൻഡ് മതി. കർത്താവ് നമ്മളെ ഉള്ളറകളെ അറിയുന്നു. കർത്താവ് നമ്മളെ മനസ്സിനെ അറിയുന്നു. കർത്താവ് നമ്മളെ വിചാരങ്ങളെ അറിയുന്നു. കർത്താവ് നമ്മളെ ചിന്തകളെ അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട്, ഹല്ലേലൂയ, ഓടി ആലയത്തിലേക്ക് വരിക. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. God bless you. Amen.